അവിടുന്ന് നല്ലവരാണ്. അവിടുത്തെ കൃപ ശാശ്വതമാണ്. ഞങ്ങളുടെ കൊച്ചു ജീവിതങ്ങളെ അനുഗ്രഹിച്ചുയർത്തി കർമ്മലതരത്തിനോട് ചേർത്ത് വെച്ച് സന്യാസമാതുരി നുകരുവാൻ കൃപയേകി തന്റെ നിരന്തരമായ സ്നേഹപരിപാലനങ്ങൾ നൽകി ഈ നിർമ്മല പൂന്തോപ്പിൽ ഞങ്ങളെ പരിപാലിക്കുന്ന നല്ല ദൈവമേ, നിർമ്മല മക്കൾ ഒരു മനമോടെ ആനന്ദിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ജന്മതിരുനാൾ ദിനത്തിൽ ഞങ്ങളേവരെയും ഈ യാഗവേദിയിൽ കാണിക്കയായിരുന്നു. സ്വർഗസ്ഥനായ ദൈവമാണ് അവിടെ കാക്കുന്നതും അതിന് സഹായം എത്തിക്കുന്നതും. നല്ല ദൈവമേ, പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തെളിഞ്ഞു നിൽക്കുന്നത് അങ്ങേ അനന്തമായ പരിപാലനയുടെ തൃക്കരങ്ങളാണ്. അതിനൊരു സ്നേഹത്തോടെ നന്ദിയുടെയും സ്തുതിയുടെയും രീതികൾ പാടുവാൻ ഈ നിർമ്മലതനയർ എന്നും കടപ്പെട്ടവരാണ്. അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ സന്ദർശിക്കുന്ന ദൈവമേ, അങ്ങേ തിരുക്കുമാരന്റെ ജനനം സൂര്യോദയമാണെങ്കിൽ മറിയത്തിന്റെ ജനനം ഉഷകാല നക്ഷത്രത്തിന്റെ ഉദയമാണ്. ഈ നാളുകളിൽ നിർമ്മലതനയരെ നയിക്കുവാൻ അങ്ങ് പ്രത്യേകം തെരഞ്ഞെടുത്ത് നിയോഗിച്ചിരിക്കുന്ന ഞങ്ങളുടെ സ്നേഹമുള്ള പ്രൊവിൻഷ്യാലിനെയും കൗൺസിൽ ടീമിനെയും ഒരു കാണിക്കയായി നൽകുന്നു. കാലഘട്ടത്തെ വിവേചിച്ചറിഞ്ഞ് നിർമ്മലതനയരെ നയിക്കുവാനുള്ള കൃപ ഇവർ കേൾക്കണേ. നാഥ, തിരുമുൻപിൽ ഉയരുന്ന പരിമള ധൂപം പോലെ ഞങ്ങളുടെ വിത്തടങ്ങളെയും അങ്ങയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. തൈച്ചിരി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുളപോലെ അവനോട് മുൻപിൽ വളർന്നു. ദൈവവഴി എന്ന അമൂല്യദാനമേകി അങ്ങ് തിരഞ്ഞെടുത്ത് രൂപീകരണത്തിലായിരിക്കുന്ന എല്ലാ അർത്ഥങ്ങളെയും ഈ തൈച്ചിരിയോടുകൂടി അങ്ങേക്ക് നിങ്ങൾ നൽകുന്നു. അങ്ങയിൽ വേരുറപ്പിക്കപ്പെട്ട ജീവിതങ്ങളാകാൻ കൃപയേകണമേ. ഞാനാണ് ജീവന്റെ അപ്പം. എന്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. അനുദിനം ഞങ്ങൾക്ക് അപ്പമായി തീരുന്ന ദിവ്യകാരുണ്യമേ, സമർപ്പിക്കപ്പെടുന്ന ഈ അപ്പത്തോടൊപ്പം ഞങ്ങളുടെ എല്ലാ ആശ്രമ ശുശ്രൂഷകളെയും ചേർത്ത് വയ്ക്കുന്നു. ഈ ധന്യ ജീവിതങ്ങളുടെ നിസ്വാർത്ഥമായ ത്യാഗനിർഭരമായ സേവനങ്ങളെയും പ്രാർത്ഥനാ നിയോഗങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. എന്റെ ആത്മനാഥനേതും ഞാൻ അവന്റേതും. സ്നേഹരാജനായ നാഥ, ആദിവൃതാർപ്പണത്തിലൂടെ അങ്ങേ സ്വന്തമായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ ജൂനിയർ സിസ്റ്റേഴ്സിനെയും ഈ പ്രാവിനോടൊപ്പം നിങ്ങൾ കാഴ്ചവെക്കുന്നു. ഹൃദയനിഷ്കളങ്കതയോടെ അങ്ങേ സ്നേഹത്തിൽ ആഴപ്പെട്ടു വളരുവാൻ അങ്ങേ ശക്തി നൽകണമേ. മേഘങ്ങളിൽ മഴയിൽ തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. കാരണവാനായ ഈശോയെ, മഴവില് കാണിക്കയായേക്കുമ്പോൾ വൃദ്ധബദ്ധരായി അങ്ങയോട് ഐക്യപ്പെട്ടിരിക്കുന്ന എല്ലാ സീനിയർ സിസ്റ്റേഴ്സിനെയും സമർപ്പിക്കുന്നു. അങ്ങുമായി ചെയ്ത നിത്യ ഉടമ്പടിയിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ഈ ലോകത്തെ വിശുദ്ധീകരിക്കുന്ന സാന്നിധ്യമാകുവാൻ കൃപയേകണേ. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഭവനത്തിന്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കരുതുന്ന നല്ല ദൈവമേ, ഈ തൽക്കോൽ കാഴ്ചയായിരിക്കുമ്പോൾ നിർമ്മലതനയെ നയിക്കാൻ അങ്ങ് പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്ന എല്ലാ സുപ്പീരിയേഴ്സിനെയും സ്ഥാപനാധികാരികളെയും അർപ്പിക്കുന്നു. അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കാവലരാകാൻ കൃപയേകണമേ. അപ്രകാരം മനുഷ്യൻ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അനുഗ്രഹങ്ങളാൽ നിങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവമേ, സുഗന്ധതൈലം തിരുമുൻപിലേക്കുമ്പോൾ നിർമ്മലതനയർ
അങ്ങേക്ക് ഞങ്ങൾ നൽകുന്നു. നാഥ, ഞങ്ങളുടെ അധ്വാനങ്ങളെ പരിശ്രമങ്ങളെ ഫലമണിയിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും അങ്ങേ സ്നേഹത്തിന്റെ പരിമളം പരത്തുന്നവരാകുവാൻ അനുഗ്രഹം നൽകണമേ. അനുഗ്രഹീതർ എന്ന ജനതകൾ നിങ്ങളെ വിളിക്കും. നിങ്ങളുടെ ദേശം ആനന്ദത്തിന്റെ ദേശമാകും. ഈ തിരുനാൾ ദിനത്തിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന നിർമ്മലതരത്തിനെ കാണിക്കയായി നൽകുന്നു. സ്നേഹബഹുമാന പ്രൗഢശാലയെയും ഇന്ത്യക്കകത്തും പുറത്തുമായി സേവനമനുഷ്ഠിക്കുന്ന എല്ലാ നിർമ്മലതരയെയും അനുഗ്രഹത്തിനായി സമർപ്പിക്കുന്നു. ഞങ്ങളെ അങ്ങയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയെയും സഹപ്രവർത്തകരെയും ആത്മാവിന്റെ നിറവോടെ വഴി നടത്തണമേ. കരുണയുടെ കയർ പിടിച്ച് ഞങ്ങളെ വഴി നടത്തുന്ന നല്ല ദൈവമേ, പിന്നിട്ട വഴികളിൽ തിരുഹിതത്തിനോട് മറുതലിച്ച നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. നിന്റെ സ്നേഹത്തിൽ നിന്ന് അകലാൻ നീ ഞങ്ങളെ അനുവദിക്കരുതേ. ഈ രണ്ട് നിമിഷങ്ങളിൽ പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും നിർമ്മല തനയെ ഇന്നോളം സഹായിക്കുകയും നന്മകൾ നേടുകയും ചെയ്ത എല്ലാ ഉപകാരികളെയും തിരുമുൻപിൽ സമർപ്പിച്ച് അങ്ങേ അനുഗ്രഹത്തിനായി യാചിക്കുന്നു. മൺമറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. നാഥ, തിരുമുഖ ദർശന ഭാഗ്യം നൽകണമേ. പരിശുദ്ധ അമ്മയുടെ നാമത്തെ സ്വീകരിച്ച് ഇന്നേ ദിനം തിരുനാളിൽ സന്തോഷിക്കുന്ന നിർമ്മലോദയ ബിഷപ്പ് സുപ്പീരിയർ സിസ്റ്റർ ജൂലി മരിയ, സിസ്റ്റർ മേരി ജൂലിറ്റ്, സിസ്റ്റർ ജീവ, കാൻഡിഡേറ്റ്സ് ജസ്റ്റിന, ജസ്ന, ടി കെ മേരി ചേച്ചി എന്നിവരെ അനുഗ്രഹത്തിനായി സമർപ്പിക്കുന്നു. പുതുസ്നേഹത്താൽ ഇവരുടെ ജീവിതങ്ങളെ നയിക്കണമേ. സ്നേഹത്തിന്റെ പ്രാതിനിധ്യം ഓരോ പ്രഭാതത്തിലും ഞങ്ങളെ കാത്തിരിക്കുന്ന കാരുണ്യമേ, ഇന്നേ ദിനം ഈ ദിവ്യയാഗം ഞങ്ങളോട് അർപ്പിക്കുന്ന ഷാജുവച്ചനെ ഏറെ സ്നേഹത്തോടെ സമർപ്പിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ അച്ഛനിലൂടെ ഞങ്ങൾ സ്വീകരിച്ച എല്ലാ ആത്മീയ നന്മകളെയും കരുതലിനെയും നന്ദിയോടെ ഓർക്കുന്നു. അച്ഛൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്കും ഉത്തരവാദിത്തങ്ങളിലേക്കും അങ്ങേ കൃപ വർഷിക്കണമേ. ഒരിക്കൽ കൂടി നിർമ്മല പ്രൊവിൻസിനെ ഈ യാഗവേദിയിൽ ചേർത്ത് വെച്ച് നിർമ്മലയായ പരിശുദ്ധാത്മയോടും വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് ഈ ദിവ്യയാഗം ഞങ്ങൾ അർപ്പിക്കട്ടെ. നാഥ, സ്വീകരിച്ചാലും ആശീർവദിച്ചാലും ആമേൻ. വിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ Peace.
ഈശോദാന വിനയം
സർവ്വജനായ വസിക്കുന്നവരുടെ സകലങ്ങളുടെ സൗഭാഗ്യങ്ങളുടെയോടുമായിരുന്നു അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിൽ എപ്പോഴും ഞങ്ങൾ കടാക്ഷിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സഹോദരരെ, വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 12 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഗുരു സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവരുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവ വേദനയാലും പ്രസവ ക്ലേശത്താലും അവൾ നിലവിളിച്ചു. ആകാശത്തിൽ മറ്റൊരടയാളവും കാണപ്പെട്ടു. ഇതാ, തീ നിറമുള്ള ഒരു മഹാവ്യാളി. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ വ്യാളി അവളുടെ മുൻപിൽ നിന്നു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനതകളെയും ഇരുമ്പ് തണ്ടുകൊണ്ട് മേയ്ക്കുവാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിന്റെയും അവിടുത്തെ സിംഹാസനത്തിന്റെയും അടുത്തേക്ക് എടുക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1250 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവർ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുന്നു. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം ഒക്കോളം നിറച്ചു.
ഇനി പകർന്ന് കലവറക്കാരുടെ അടുത്തുകൊണ്ടിരിക്കുമെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം പോലെ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും നേരത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിഞ്ഞപ്പോൾ താഴ്ന്നു കിടന്നു. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത കർത്താവിന്റെ ആദ്യത്തെ അത്ഭുതം. ഈശോയുടെ ആദ്യത്തെ അത്ഭുതം നിർമ്മലയായ പരിശുദ്ധയായ കർമ്മം കൊണ്ട് ജീവിതത്തെ മുഴുവനും ദൈവത്തിന് മനുഷ്യനായി സമർപ്പിച്ച ഒരു സ്ത്രീയുടെ ആവശ്യപ്രകാരമായിരുന്നു. ഇന്ന് നാം ആ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുകയാണ്. പരിശുദ്ധ അമ്മ കന്യാമറിയത്തിൻ്റെ നിർമ്മലയായ വിശുദ്ധയായ കർമ്മം കൊണ്ട് ദൈവത്തിന് സാക്ഷ്യം വഹിച്ച അമ്മയുടെ തിരുനാൾ ദിനത്തിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും എല്ലാവർക്കും നൽകുകയാണ്. അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് നാം ഇന്ന് പ്രത്യേകമായിട്ട് പരിശുദ്ധ തിരുനാൾ ആഘോഷിക്കുന്നത്. നിർമ്മല CMC തൃശ്ശൂർ പ്രവിശ്യയുടെ ദിനമാണ് നമ്മുടെ കുടുംബദിനം. ഈ കുടുംബദിനത്തിൽ നമുക്ക് പരസ്പരം ആശംസകൾ നേടാൻ പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായി ബഹുമാനപ്പെട്ട ക്ഷേത്രയ്ക്കും കൗൺസിലേഴ്സിനും ഈ പ്രവിശ്യയിലെ എല്ലാ അംഗങ്ങൾക്കും, കാൻഡിഡേറ്റ്സ് മുതൽ ഏറ്റവും സീനിയറായിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും, ഈ പ്രവിശ്യയിൽ നമ്മുടെ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിന്ന് നമ്മുടെ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും പ്രത്യേകമായ പ്രാർത്ഥനകളും ആശംസകളും നേരട്ടെ. ഇന്നത്തെ സുവിശേഷത്തോട് നാം കടന്നു പോകുമ്പോൾ ഈശോ 6 കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുവാനായിട്ട് കാനായിലെ കല്യാണ വിരുന്നിലെ ഭൃത്യന്മാരോട് അപേക്ഷിക്കുകയാണ്. കർത്താവിന്റെ അപേക്ഷയ്ക്ക് മുമ്പ് പരിശുദ്ധ അമ്മ അവനോട് പറയുന്നുണ്ട്, അവർക്ക് വീഞ്ഞില്ല. ഈശോ ചോദിക്കുന്നുണ്ട്, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം നീയുമായിട്ടില്ല. അമ്മ ക്രിസ്തുവിലുള്ള ശക്തമായിട്ടുള്ള കോൺഫിഡൻസ് കൊണ്ട് പരിചാരകരോട് പറയുകയാണ്, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യും. ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പുറകിലും ഒരു പ്രേരണ നൽകുന്ന വ്യക്തിത്വം ഉണ്ടാകാം. പ്രേരണ നൽകുന്ന അനേകം വ്യക്തിത്വങ്ങൾ ഉണ്ടാകാം. ക്രൈസ്തവ സമൂഹത്തിന് മുഴുവനും ക്രിസ്തുവിലേക്കുള്ള മുന്നേറ്റമായിട്ട് പ്രേരണയായിട്ട് നിലകൊള്ളുന്നത് പരിശുദ്ധ അമ്മ കന്യാമറിയമാണ്. പരിശുദ്ധ അമ്മ കന്യാമറിയത്തെ ദൈവം തിരഞ്ഞെടുക്കുകയും പാപലേശനെ അവൾക്ക് ജന്മം നൽകുകയും അവളെ വിളിച്ച് നിയോഗിക്കുകയും കർമ്മം കൊണ്ടും വിശുദ്ധി കൊണ്ടും അവളുടെ ജീവിതം മുഴുവനും ദൈവത്തിൻ്റെ മഹത്വമർത്തനായി മാറ്റിത്തീർക്കുകയുമാണ് ദൈവത്തിൻ്റെ വാക്കുകൾ. ഗബ്രിയേൽ ദൈവദൂതന് മുമ്പിൽ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുകൾ എന്നിൽ ഭവിക്കട്ടെ എന്ന് അമ്മ പറയുമ്പോൾ, ആമേൻ പറയുമ്പോൾ അമ്മയുടെ ജീവിതം മുഴുവനും ദൈവത്തിനും മനുഷ്യനുമുള്ള സമർപ്പണമായി തീരുകയാണ്. പരിശുദ്ധ അമ്മ ധീരതയുള്ള ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു. അതുകൊണ്ട് യഹൂദ സമുദായത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അവൾ ദൈവത്തിന്റെ നിയോഗം ഏറ്റെടുക്കുന്നത്. യഹൂദ സമുദായത്തിന്റെ നിയമങ്ങൾക്ക് അധീനപ്പെട്ടുവെങ്കിൽ പരിശുദ്ധ അമ്മ കന്യാമറിയം
കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ടേനെ. പക്ഷെ അവൾ ദൈവത്തിൻ്റെ നിയോഗത്തിനും ദൈവത്തിൻ്റെ നിയമത്തിനും തന്നെ തന്നെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് അമ്മ പറയുമ്പോൾ അമ്മയ്ക്ക് മുമ്പിലുള്ള ദീർഘമായ തീർത്ഥയാത്ര, കാൽവരി മലയിലേക്കുള്ള തീർത്ഥയാത്ര അമ്മയ്ക്ക് വളരെ ബോധ്യമായിരുന്നു. ആ തീർത്ഥയാത്രയിലെ വിവിധ രംഗങ്ങളും അവിടെ മുമ്പിൽ തെളിഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ അമ്മ കന്യാമറിയം തൻ്റെ ജീവിതത്തിൽ മുഴുവനുമായ ദൈവത്തിൽ സമർപ്പിക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ ഏറ്റെടുക്കുകയും ആ വെല്ലുവിളികൾ തരണം ചെയ്യുവാനായിട്ട് തനിക്ക് സാധിക്കുന്നത് ദൈവത്തോടു കൂടെ ആയിരിക്കുമ്പോൾ മാത്രമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് അമ്മ കാനായിൽ കല്യാണ വിരുന്നിൽ തൻ്റെ മകനോട് പറയുന്നത് അവർക്ക് വീണില്ല. ദൈവത്തോടു കൂടി മാത്രമേ ജീവിതത്തിൽ വിശുദ്ധിയും വിവേകവും വിജ്ഞാനവും വിജയവും കടന്നു വരൂ എന്ന് അമ്മ വിശ്വസിച്ചു. അമ്മയുടെ ഈ ജീവിതശൈലി നമ്മെയും ഇന്ന് പ്രേരിപ്പിക്കട്ടെ. വളരെ പ്രത്യേകമായ പരിശുദ്ധ അമ്മയുടെ ജന്മത്തിനാൾ ആഘോഷിക്കുന്ന നാം ഓരോരുത്തരും അഭിമാനത്തോടുകൂടിയാണ്. നമുക്കൊരു സംരക്ഷകയുണ്ട്, നമ്മുടെ സ്വർഗപ്രാപ്തിയിൽ നമ്മെ കൈപിടിച്ചെടുത്തുവാൻ, നമുക്ക് വിളിച്ചു നൽകുവാൻ ഒരു പ്രകാശ ഗോപുരമുണ്ട് എന്നുള്ള വലിയ ബോധ്യത്തോടു കൂടിയാണ് നാം പരിശുദ്ധ അമ്മയുടെ നാൾ ആഘോഷിക്കുന്നത്. നമുക്ക് ഇന്ന് അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്താം. ഒന്ന്, നിർമ്മലമായ ഒരു ജീവിതത്തിലുടമ. രണ്ട്, കർമ്മം കൊണ്ട് ദൈവത്തെയും മനുഷ്യരെയും മഹത്വപ്പെടുത്തുകയും വളർത്തുകയും ചെയ്ത ഒരു നല്ല അമ്മ. ഈ അമ്മയുടെ പ്രേരണയാകട്ടെ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. അമ്മയിലൂടെ ക്രിസ്തുവിലേക്ക് നടന്നെടുക്കുമ്പോൾ നമ്മുടെ ജീവിതം വളരെ വലിയ വിജയമായിരിക്കും. അമ്മയിലൂടെ കർത്താവിന്റെ ഹിതം നിറവേറ്റുവാനായിട്ട് നാം എല്ലാ ദിവസവും ഒരുങ്ങുമ്പോൾ ദൈവത്തിന്റെ ഹിതത്തിന് മുമ്പിൽ നമുക്കും ഉറക്കെ ആമേൻ എന്ന് പറയാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, നമുക്ക് അമ്മയുടെ നിർമ്മലമായ ജീവിതം പ്രേരണയാകട്ടെ. അമ്മയുടെ സ്നേഹം നമുക്ക് ശക്തി നൽകട്ടെ. ഇന്നേ ദിവസം നാം വളരെ പ്രത്യേകമായി നമ്മുടെ കുടുംബദിനം ആഘോഷിക്കുമ്പോൾ ഇതൊരു ആഘോഷമായി മാറണമെങ്കിൽ അമ്മയുടെ ജീവിത ശൈലിയിലേക്ക് നമുക്ക് കടന്നെടുക്കാൻ കഴിയും. നാമൊക്കെ സന്യാസ ജീവിതം സ്വീകരിച്ചവരാണ്, സന്യാസ ജീവിതത്തിലേക്ക് വളരുന്നവരാണ്. സന്യാസ ജീവിതത്തിൽ പൂർണ്ണത എന്താണ് എന്ന് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്കും ഉറ്റുനോക്കുമ്പോൾ മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. സന്യാസ ജീവിതം നാം നയിക്കണമെങ്കിൽ സർവവും ത്യജിക്കുവാൻ നമുക്ക് കഴിയണം. പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്നതാണ്. ലോകത്തെ ത്യജിക്കുവാൻ, ലോകത്തിൻ്റെ സന്തോഷങ്ങളെ ത്യജിക്കുവാൻ, ലോകത്തിൽ നിന്ന് ലഭിക്കാവുന്ന മഹത്വത്തെ ത്യജിക്കുവാനുള്ള കഴിയുമ്പോൾ മാത്രമേ നമുക്ക് സന്യാസിയാവാൻ കഴിയുള്ളൂ. തീർച്ചയായും ഈ ഒരു ഇല്ലായ്മ ചെയ്യൽ നമ്മുടെ അഹത്തെ, നമ്മുടെ അനുഭവത്തെ, നമ്മുടേതായിട്ടുള്ള നേട്ടങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ നേട്ടങ്ങൾക്കും ദൈവത്തിൻ്റെ നന്മകൾക്കും ദൈവത്തിൻ്റെ വചനങ്ങൾക്കും നമ്മെ തന്നെ സമർപ്പിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് സന്യാസ ജീവിതം നയിക്കാൻ കഴിയുക. സന്യാസ ജീവിതത്തിൻ്റെ മറ്റൊരു വലിയ സന്തോഷകരമായ അവസ്ഥ നമ്മുടെ കൂട്ടായ്മയാണ്. നമ്മെ വിളിച്ചിരിക്കുന്നത് ഈശോയാണ്. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുന്ന കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. ഇവിടെ ഈ തിരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ ഏറെ വകയുണ്ട്. കാരണം എൻ്റെ കഴിവുകളല്ല, എൻ്റെ യോഗ്യതകളല്ല, എൻ്റെ നേട്ടങ്ങളല്ല, മറിച്ച് കർത്തൃ സ്നേഹമാണ് എന്നെ വിളിച്ചതെന്നുള്ള ബോധ്യം നമ്മെ ഓരോരുത്തരെയും കർത്താവിൻ്റെ വലിയ സ്നേഹത്തിലേക്കും അവിടുത്തെ ശിഷ്യഗണത്തിലേക്കും മാറി വിളിക്കുകയാണ്. വളരെ പ്രത്യേകമായി ഈശോ തന്റെ ശിഷ്യന്മാരെ വിളിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശിഷ്യന്മാര് ഒരുപാട് ബലഹീനതകളും കുറവുകളും ഉള്ളവരായിരുന്നു. പക്ഷെ കർത്താവ് തന്റെ കൂടെ നടത്തി അവരെ ശക്തിപ്പെടുത്തുകയും അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മഹത്വത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയും കർത്താവിനോട് കൂടെ
കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനും അവരെ അയക്കുകയും ചെയ്യുന്ന അനുഭവം നമുക്ക് കാണാൻ കഴിയും. സന്യാസ ജീവിതം ഒരു കൂട്ടായ്മയുടെ വലിയ ദൈവസ്നേഹത്തിലേക്കുള്ള വിളിയാണ്. ഈ കൂട്ടായ്മയുടെ കേന്ദ്രബിന്ദു ഈശോയാണ്. ഈശോയായ കേന്ദ്രബിന്ദുവിന് ചുറ്റും നിൽക്കുവാനും അവിടുത്തെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനുമാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. മൂന്നാമതായി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ നന്മകൾക്കോ എൻ്റെ മഹത്വത്തിന് വേണ്ടിയല്ല ഞാൻ എൻ്റെ സന്യാസ ജീവിതം നയിക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ നന്മകൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ നിങ്ങളുടെ സുരക്ഷിതനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്നാണ് ഈശോ പറയുന്നത്. നാം പ്രകാശിക്കപ്പെടണം, കർത്താവിൻ്റെ വലിയ ആഗ്രഹമാണ്. പക്ഷെ നാം പ്രകാശിക്കപ്പെടുമ്പോൾ നമ്മെ പ്രകാശത്തിൽ തെളിഞ്ഞു നിൽക്കേണ്ടത് ദൈവത്തിൻ്റെ മുഖമാണ്. ദൈവത്തിൻ്റെ മുഖത്തെ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രകാശിപ്പിക്കുവാനായിട്ട് നമുക്ക് യോഗ്യതയുണ്ട്. ആ യോഗ്യത കർത്താവ് നമ്മെ വിളിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിക്കാം. നാലാമതായി നമ്മുടെ കൂട്ടായ്മയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നാം ചിന്തിക്കേണ്ടത് നമ്മുടെ സത്പ്രവൃത്തികൾ കൊണ്ട് മറ്റുള്ളവരെ ശക്തരാക്കുക എന്നുള്ളതാണ്. നമ്മുടേതായ സത്പ്രവൃത്തികൾ കൊണ്ട്, നന്മകൾ കൊണ്ട് പരിശുദ്ധ അമ്മയെ പോലെ, വിശുദ്ധ സ്നേഹിതന്മാരെ പോലെ, ദൈവത്തെ മഹത്വപ്പെടുത്തിയ വിശുദ്ധരെ പോലെ ദൈവത്തിൻ്റെ മഹത്വവും മനുഷ്യന് നന്മയും ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ കാനായിലെ കല്യാണം കഴിയുന്നതിലേക്കും പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ ഭവനത്തിലേക്കും ക്രിസ്തുവിന്റെ കുരിശിന് താഴെ വരെ നമ്മെ ഓരോരുത്തരെയും ഏറ്റെടുക്കുന്നതിലേക്ക് നടന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അനേകർക്ക് വേണ്ടി സത്പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുമ്പോൾ മാത്രമാണ് നമ്മുടെ സന്യാസ ജീവിതം നടത്തി കഴിയുക. വളരെ പ്രത്യേകമായ കർമ്മനിരതരായ നാം വളരെയധികം സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി കർമ്മല മലകൾ കയറിയെങ്കിൽ കർമ്മല മലയിൽ നിന്ന് നാം സ്വീകരിച്ച ദൈവാനുഭവവും ദൈവം നൽകുന്ന ശക്തിയും ദൈവം നൽകുന്ന സമ്പത്തുമെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതവും ധന്യമായി തീരുകയുള്ളൂ, ദൈവത്തെ പ്രകാശിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സന്യാസ ജീവിതത്തിൽ കൂട്ടായ്മയിലൂടെ, ദൈവമഹത്വത്തിലൂടെ, മറ്റുള്ളവർക്കുള്ള നന്മയിലൂടെ നമുക്ക് ദൈവരാജ്യത്തിൻ്റെ മഹത്വം നൽകാം, ദൈവത്തെ പരിഹരിക്കാം. ഇന്നേ ദിവസം നാം ഈ നമ്മുടെ പ്രവിശ്യാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, പ്രവിശ്യ ദിനം ആഘോഷിക്കുമ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി, ആത്മാഭിമാനത്തോടു കൂടി തിരിഞ്ഞു നോക്കുവാൻ നമുക്ക് കഴിയണം. വളരെ പ്രത്യേകമായി നമ്മെ വളർത്തിയ ഒരുപാട് പിതാക്കന്മാരുടെയും അമ്മമാരുടെയും വലിയ പ്രേരണയാണ് ഇന്ന് നമ്മെ ക്രിസ്തുവിലേക്ക് നയിക്കുക, മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുക. നമുക്ക് ഒരുപാട് വ്യക്തിത്വങ്ങളുടെ നിസ്തുലമായുള്ള സംഭാവനകൾ കൊണ്ട്, വിശുദ്ധി കൊണ്ട്, കർമ്മം കൊണ്ട് ധന്യരായിത്തീരുന്നവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് ഇന്നേ ദിവസം നന്ദിയോടുകൂടി നമുക്ക് ദൈവത്തിന് മുമ്പിൽ വ്യാപരിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായി CMC നിർമ്മല പ്രവിശ്യയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന പ്രൊവിൻഷ്യലമ്മയെയും കൗൺസിലേഴ്സിനെയും ഓരോ ഭവനത്തെയും നയിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാരെയും വളരെ പ്രത്യേകമായ നമ്മുടെയൊക്കെ പ്രകാശബോധങ്ങളായ നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ, നമ്മുടെ പ്രവർത്തന പദങ്ങളിലൂടെ, നമ്മുടെ മിഷനുകളിലൂടെ, നമ്മുടെ സോഷ്യൽ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ നമ്മെ കർത്താവിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെയും ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രവിശ്യ മുഴുവനും പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ വളരുമ്പോൾ മാത്രമേ ദൈവാനുഭവം നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ എല്ലാ സഹോദരിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാനും, വളരെ പ്രത്യേകമായി പ്രവിശ്യ ടീമിനെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയട്ടെ. അതോടൊപ്പം ഇന്നേ ദിവസം പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന, നന്മകൾ ഏറ്റുപറയുന്ന, മറ്റുള്ളവർ നമുക്ക് വേണ്ടി ചെയ്തു കൂട്ടുന്ന, വളരെ വലിയ ത്യാഗങ്ങൾ പ്രകടിപ്പിക്കുന്ന വലിയ നന്മയുടെ ദിവസമാകട്ടെ. വളരെ പ്രത്യേകമായി പ്രൊവിൻഷ്യാലമ്മയും കൗൺസിലേഴ്സും ഈ സമൂഹത്തെ നയിക്കുവാനായിട്ട് ഒരുപാട് തങ്ങളുടെ ജീവിതം മുഴുവനും സമർപ്പിച്ചിരിക്കുകയാണ്. ഓരോ ഭവനത്തിലെ അംഗന്മാരും ഓരോ സ്ഥാപനം നയിക്കുന്നവരുമൊക്കെ രാവും പകലും ദൈവത്തിൻ്റെ ദർശനങ്ങളോട്, ഈശോയുടെ പ്രവൃത്തികളോട് തങ്ങളെ തന്നെ ചേർത്ത് വയ്ക്കുവാനായിട്ട് നിരന്തരം പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് ജീവിക്കുന്ന ഈ മണ്ഡലങ്ങളിലൊക്കെ നമുക്ക് പരസ്പരം പ്രോത്സാഹിപ്പിക്കുവാൻ, മറ്റുള്ളവരുടെ നന്മകൾ ഏറ്റുപറയുവാൻ, കുറവുകൾ കാണുന്നതിനപ്പുറം ദൈവം അവരെ അലങ്കരിച്ചിരിക്കുന്ന ആ വലിയ ധന്യമായ ജീവിതങ്ങൾ കാണുവാൻ നമുക്ക് കഴിയണം. ഇന്ന് ഞാൻ പറയുകയാണ്, പ്രായോഗികമായിട്ട്
എല്ലാവരും പരസ്പരം കാണുമ്പോൾ അവരവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ എന്തുമാത്രം നന്മയുണ്ട് എന്നും എന്തുമാത്രം ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്നും ഏറ്റുപറയാനായിട്ട് കഴിയട്ടെ. പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ വളർത്തുവാൻ കഴിയുന്ന ഒരു കുടുംബമായി നിർമ്മല പ്രവിശ്യയും CMC സന്യാസവും വളരുമ്പോൾ മാത്രമേ ദൈവിക മഹത്വം സാധ്യമായി തീരുകയുള്ളൂ. അതുകൊണ്ട് വളരെ പോസിറ്റീവായി ചിന്തിക്കുവാനും നമ്മുടെ സമൂഹാംഗങ്ങളുടെ നന്മകളെ പ്രകീർത്തിക്കുവാനും കഴിയട്ടെ. അതിനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രത്യേകമായി നമ്മൾ മറ്റൊരു ശ്രദ്ധ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്, നാം നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, മനുഷ്യർക്ക് നന്മ ചെയ്യുന്ന അനുഭവങ്ങളോട് കടന്നു പോകുമ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ പ്രസ്ഥാനങ്ങളും നമ്മുടെ പ്രവൃത്തികളുമെല്ലാം മനുഷ്യർക്ക് സന്തോഷം നൽകുന്ന, ഒരുപാട് മനുഷ്യരെ ചേർത്ത് നിൽക്കുന്ന വടവൃക്ഷമായ തീരത്തെ ആ വടവൃക്ഷത്തിന് താഴെ കടന്നു വരുന്നവർക്കെല്ലാം ഫലങ്ങൾ കൊടുക്കുവാനുള്ള സമൃദ്ധി നമുക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായി നമ്മൾ ഓരോരുത്തരും ഉണ്ടാകേണ്ട സമൃദ്ധി, നമ്മൾ ഓരോരുത്തരും ഉണ്ടാകേണ്ട ഫലങ്ങൾ കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ 5 10 ആക്കുവാനും 2 4 ആക്കുവാനും ഒന്നിനെ ഒഴിച്ചുകൂടാതിരിക്കുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായി ഇന്നേ ദിവസം നമ്മുടെ ഇടയിൽ ഏതാനും സഹോദരിമാരെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. നമുക്ക് പ്രിയങ്കരിയായ സിസ്റ്റർ മേരി ജൂലിയറ്റിന്റെ തിരുനാൾ കൂടിയിട്ടാണ്. അതോടൊപ്പം 2 കാൻഡിഡേറ്റ്സ് ജസ്റ്റിനുടെയും ജസ്റ്റീനുടെയും തിരുനാളാണ്. 3 പേർക്കും തിരുനാളിന് മംഗളം നേരുന്നു. നമ്മുടെ പ്രവിശ്യയോട് ചേർന്ന് നിൽക്കുന്ന മറ്റു സഹോദരിമാരുടെയും തിരുനാളുകൾ ഇന്നേ ദിവസമുണ്ട്. അവർക്കെല്ലാവർക്കും തിരുനാളിന് മംഗളം നേരുകയാണ്. പ്രത്യേകമായി സിസ്റ്റർ മേരി ജൂലിയറ്റ് തൻ്റെ വിദ്യാദാന ശുശ്രൂഷയിലൂടെ, ദൈവശാസ്ത്ര പഠനങ്ങളിലൂടെയും ദൈവശാസ്ത്ര ക്ലാസ്സുകളിലൂടെയും ഒക്കെ നമുക്ക് അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നൽകുക. സെമിനാരിക്കാരെയും സന്യാസികളെയും പഠിപ്പിക്കുവാനുള്ള വലിയ ദൈവകൃപ കൊണ്ട് നിറഞ്ഞ സിസ്റ്ററാണ് ബഹുമാനപ്പെട്ട ജൂലിയറ്റ്. ബഹുമാനപ്പെട്ട ജൂലിയറ്റിന് എല്ലാവരും പേരിൽ തിരുനാമം നേരുന്നു. ഇനിയും വെല്ലുവിളികൾ നിറഞ്ഞ ജീവിത മേഖലകളിൽ കർത്താവിനെ സാക്ഷ്യം വഹിക്കുവാനും പ്രത്യേകിച്ച് വിദ്യാദാന ശുശ്രൂഷകളിലൂടെ ദൈവമഹത്വം നേടുവാനും കഴിയുമെന്ന് ആശംസിക്കുന്നു. പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ പേരിൽ തിരുനാളിന്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. അതോടൊപ്പം നമ്മുടെ കാൻഡിഡേറ്റ്സ് ജസ്ന, ജസ്റ്റീന 2 പേരുടെയും തിരുനാളാണ്. 2 പേർക്കും തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. നിങ്ങൾ ഈശോയെ തേടി വന്നിരിക്കുന്നു. ഈശോയെ തേടുന്നതിൽ എപ്പോഴും സന്തോഷം കണ്ടെത്തുക, അഭിമാനിക്കുക. ക്രിയാത്മകമായിട്ടുള്ള ജീവിത ശൈലിയിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, പ്രത്യേകിച്ച് പഠനത്തിലൂടെ വിജ്ഞാനവും വിവേകവും നേടി ഈശോയെ ഏറ്റവും അടുത്ത് അനുഗമിക്കാൻ പരിശ്രമിക്കുക. പ്രത്യേകമായിട്ട് തിരുനാൾ മംഗളങ്ങൾ നേരുകയാണ്. ഇന്നേ ദിവസം നമുക്ക് സന്തോഷത്തോടു കൂടി ബലിയർപ്പിക്കാൻ, അഭിമാനത്തോടു കൂടി ബലിയർപ്പിക്കാൻ, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും കൃപകൾ യാചിച്ചുകൊണ്ടും നമ്മുടെ സന്യാസ ജീവിതങ്ങളിൽ എപ്പോഴും സൗഹൃദത്തിൻ്റെയും ദൈവമഹത്വത്തിൻ്റെയും മറ്റുള്ളവർക്കുള്ള സൽപ്രവൃത്തികളെയും ഇടമാക്കി നമ്മുടെ എല്ലാ ഭവനങ്ങളും മാറ്റണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് ഈ ബലിയർപ്പിക്കാം. ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്കൊരു കർമ്മം നൽകുകയാണ്. നിങ്ങൾ ഒരുപാട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചൊക്കെ ഒരുങ്ങി ഉപവാസങ്ങളെടുത്ത് വളരെ പ്രത്യേകമായി ലോകത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുകയായിരുന്നു. കൊറോണ വൈറസ് മൂലം വേദനിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, സമൂഹങ്ങളുണ്ട്, ലോകത്തിലെ വിവിധ ഭരണകർത്താക്കളുണ്ട്, ആരോഗ്യ പ്രവർത്തകരുണ്ട്. നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് സാധിക്കുന്നത്ര പരിശുദ്ധ അമ്മയോട് ചേർന്ന് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വരിക. വളരെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദിവ്യകാരുണ്യ ഭക്തിയിലൂടെ ലോകം അനുഭവിച്ച നന്മകളുടെ ഒരു വലിയ ശേഖരം തന്നെ ക്രൈസ്തവ ലോകത്തിനുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കുവാനും സന്തോഷിക്കുവാനുള്ള കാര്യമാണ്. ഇന്ന് അമ്മയുടെ വളരെ ശക്തമേറിയ മാധ്യസ്ഥം ലോകത്തിന് ആവശ്യമുണ്ട്. നമുക്കതുകൊണ്ട് ഇന്ന് സാധിക്കാവുന്നത്ര നന്മ നിറഞ്ഞവരുമെന്ന പ്രാർത്ഥനയും ദാവീദിന്റെ യേശുവേ ഞങ്ങളിൽ കനിയണമേ എന്ന ജീസസ് പ്രയർ ചൊല്ലിക്കൊണ്ട് ഈ ദിവസത്തെ മഹത്വപ്പെടുത്തുവാനും ലോകത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും വരുന്ന നമ്മുടെ പ്രാർത്ഥനയാണ് ലോകത്തിന്റെ ശക്തി. നമ്മുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ചുറ്റുപാടിനുള്ള സമൃദ്ധി എന്ന് ചിന്തിക്കാനും കഴിയട്ടെ. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മിലും നമ്മുടെ എല്ലാ സമൂഹങ്ങളിലും കുടുംബങ്ങളിലും ക്രൈസ്തവ ലോകത്തും ലോകം മുഴുവൻ ഉണ്ടാകട്ടെ. അമ്മ നമുക്ക്
മാധ്യസ്ഥ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇവനെന്റെ പ്രിയപുത്രനാകുന്നു എന്ന് പിതാവിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച മിശിഹായേ, കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റുപറയുക. നിന്റെ സഭയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആദിമാതാവായ ഹവ്വായുടെ അനുസരണക്കേട് മൂലം ഉണ്ടായ ശാപം നീക്കുന്നതിന് അനുസരണം വഴി രക്ഷാകരകർമ്മത്തിൽ സഹകരിച്ച പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ഞങ്ങളും രക്ഷയുടെയും പ്രത്യാശയുടെയും ഉപകരണങ്ങളായി തീരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാസനെയും പാപിയുടെയും രൂപം ധരിച്ച മിശിഹായേ, വിനീതമായ സേവനത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപതയുടെ അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്തായെയും മാർ ടോണി മെത്രാനെയും മാർ ജേക്കബ് മെത്രാപ്പോലീത്തായെയും മറ്റജപാദികളെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജന്മഭാവമില്ലാതെ ഭവിഷ്യൻ പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുന്നാൾ തിരുസഭയിലെ ദിവസം കൊണ്ടാടുമ്പോൾ ഈശോയെ സർവവും അങ്ങേക്ക് നൽകി അങ്ങയെ ജീവിച്ച അമ്മയുടെ പരിശുദ്ധിയും നന്മയും ജീവിക്കുവാൻ അനുനിമിഷം അമ്മയിൽ നിന്ന് പ്രേരണ സ്വീകരിക്കുവാൻ ഞങ്ങളെ ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ. അങ്ങേ പ്രിയമാതാവിനെ സ്വർഗീയ മധ്യസ്ഥയായി സ്വീകരിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും പ്രത്യേകമായി ഞങ്ങളുടെ CMC നിർമ്മല പ്രോവിൻസിനെയും നിർമ്മലോദയ മിഷൻ സുപ്പീരിയർ സിസ്റ്റർ ജൂലി മരിയ, ജനറൽ സെക്രട്ടറി സിസ്റ്റർ അനില, സിസ്റ്റർ മേരി ജൂലി, സിസ്റ്റർ ജീവ, കാൻഡിഡേറ്റ്സ് ജസ്ന ജസ്റ്റിനായി, മേരി ചേച്ചി എന്നിവരെയും അങ്ങയുടെ സാന്നിധ്യവും നിറവും നൽകി അഭിഷേകിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ജന്മത്തിന്റെ മഹത്വത്തോട് ചേർത്ത് ഈശോയെ ഞങ്ങൾ ഓരോരുത്തരുടെയും യോഗങ്ങളെയും ഇന്നലെ ലോകം അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളെയും അസ്വസ്ഥതകളെയും പ്രാർത്ഥനകളെയും അങ്ങേ തിരുമനസ്സിന് സമർപ്പിക്കുന്നു. അങ്ങേ തിരുവിഷ്ടമെന്നെ നിറവേറട്ടെ എന്ന് ഹൃദയത്തിലേക്ക് പറഞ്ഞ് ജീവിക്കുവാൻ ലോകജനതയെ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങയുടെ വിധത്തിന് സമ്പൂർണ്ണമായി സമർപ്പിക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ജീവിതാന്ത്യത്തിൽ അമ്മയോടൊപ്പം മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനും സ്വർഗ്ഗഭാഗ്യം അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. സകലത്തിന്റെയും നാഥായ ദൈവം, സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ കൃപാസം നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കരകഴുകിക്കളയട്ടെ. മിഷൻ പ്രവർത്തന മേഖലകളെയും
ഈ പ്രൊവിശ്യയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ സ്ഥാപനങ്ങളെയും മറ്റ് പ്രവർത്തനങ്ങളെയും കർത്താവിനെയും സമർപ്പിക്കുന്നു. പരിശുദ്ധമ്മയെ പോലെ ദൈവഹിതം നിറവേറ്റുന്നവരായി തീരുവാൻ ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണം. ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വവും മനുഷ്യന്റെ നന്മയും മാത്രം ആഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. കർത്താവായ ഈശോയെ, ഒഴിഞ്ഞ ഞങ്ങളുടെ കൽപ്പനകളിൽ അങ്ങ് വീഞ്ഞുകൊണ്ട് നിറയ്ക്കണമേ, ലഹരി നൽകണമേ. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രോഗശാന്തിയുടെയും ലഹരി നൽകി ഞങ്ങളുടെ സമൂഹങ്ങളെ അനുഗ്രഹിക്കുന്നു. പ്രത്യേകമായ വിശുദ്ധമ്മയെ പോലെ വിശുദ്ധിയും വിജ്ഞാനവും സ്നേഹത്തിൻ്റെ സത്പ്രവൃത്തികളും നിറയുവാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണം. ഈ പ്രവിശ്യ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ബിഷപ്പുകളെയും കൗൺസിലേഴ്സിനെയും മറ്റ് ടീമംഗങ്ങളെയും എല്ലാ സന്യാസ സമൂഹങ്ങളെയും ഭവനങ്ങളെയും നയിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെയും മിഷൻ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നവരെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരന്മാരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഇവരുടെ പ്രവൃത്തികൾ അങ്ങേ പ്രകാശിപ്പിക്കുവാൻ മാത്രമാകട്ടെ. ഇവരുടെ പ്രവർത്തനങ്ങളിലേക്ക് ഒരുപാട് പേർ കടന്നു വരികയും ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം നൽകുവാൻ പ്രാപ്തരാകുകയും ചെയ്യട്ടെ. പ്രത്യേകമായി ഈ പ്രവിശ്യയിലെ എല്ലാ സഹോദരന്മാരുടെയും കുടുംബാംഗങ്ങളെയും അങ്ങേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കുന്നതിനെ ആശീർവദിക്കുന്നു. ഞങ്ങൾ രോഗികളായിരിക്കുന്നവരെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ സൗഖ്യം നൽകി അനുഗ്രഹിക്കണം. ഈ പ്രവിശ്യയ്ക്ക് വേണ്ടി ജീവിക്കുകയും ജീവിതം സമർപ്പിക്കുകയും ചെയ്ത അങ്ങനെ സന്നിധിയിലേക്ക് ഒരുക്കപ്പെട്ട എല്ലാ സഹോദരന്മാരെയും പഠിച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ജൂനിയർ സിസ്റ്റേഴ്സിനെയും നോവിസസിനെയും കാൻഡിഡേറ്റ്സിനെയും കർത്താവിൻ്റെ സന്തോഷത്തിലേക്കും നന്മയിലേക്കും വിജ്ഞാനത്തിലേക്കും വിവേകത്തിലേക്കും നയിക്കണം. ഞങ്ങളുടെ പ്രോഗ്രാം ഒരുമിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളുടെ പ്രവിശ്യയെ അങ്ങയുടെ സംരക്ഷണം കാത്തുകൊണ്ട് പരിപാലിക്കുകയും നന്മകളിലൂടെ അങ്ങ് മഹത്വപ്പെടുത്താൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. കർത്താവ്, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും ലോകത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊറോണ വൈറസിൻ്റെ ഭീതിയിൽ അകപ്പെട്ടിരുന്ന ഓരോരുത്തരെയും അങ്ങ് കാത്തുകൊള്ളണമെന്ന് പരിപാലിക്കാൻ ലോകശാന്തി നൽകുന്നു. ഈശോയിലേക്ക് തിരിയുവാനുള്ള വലിയൊരു അവസരമാണ് ഇതെന്ന് ചിന്തിക്കുവാനും കർത്താവിനോടുകൂടെ എല്ലാം സാധ്യമായി തീരുമെന്ന് വിശ്വസിച്ച് അമ്മയോട് ചേർന്ന് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മൾ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കാഴ്ചകൾ സ്വീകരിച്ച് നമ്മുടെ ജീവിതങ്ങളെ അങ്ങയുടെ സ്നേഹത്തിൽ ഉദാശയായി രൂപാന്തരപ്പെടുത്തുന്നതിന് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. Amen.
സഹോദരിയെ ശക്തിയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടി പാത്രിയാർക്കീസ് മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശുദ്ധമായ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസങ്ങളെയും വരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും വിശുദ്ധമായ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരരെ, ഈ കുർബാന കർമ്മങ്ങൾ പൂർത്തിയാകുവാനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ വർഷിച്ച സമൃദ്ധമായ വിധേയങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിങ്ങളുടെ വിശുദ്ധ ശരീരങ്ങളാവുന്നു ദിവ്യശുശ്രൂഷകരാകുവാൻ വലിയൊരു ഭാഗ്യമായിരുന്നു. ഞങ്ങളെ കാരുണ്യത്താൽ വിധിയാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ വിതരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശുദ്ധമായ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആഗ്രഹപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുകയും സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തജനമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി വിശുദ്ധരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ ഞങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമതും സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. Israel,
പരിശുദ്ധരുമായ പ്രഭുന്മാരോടും സാധ്യന്മാരോടും ചേർന്ന് നാഥനായ ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന ആദിസ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. അങ്ങയോട് സമാനമായ കാര്യങ്ങൾ ഗ്രഹിക്കാതെ അവിടെ ശൂന്യാക്കി ദാസനും സ്വീകരിച്ചിട്ടുള്ള അമൃത്യമായ ആത്മാവോട് കൃത്യമായ ശരീരത്തോടുകൂടി മനുഷ്യനായി സ്ത്രീയിൽ നിന്നും സ്മാരകപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ ഉത്തരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ മക്കളിലേക്ക് കണ്ണുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ.
ആശ്രയങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാഗ്രഹങ്ങളോടെ സമീപിക്കാം. അല്ലാഹുവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുവിനെയും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഭംഗിയോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവരുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിഷ്ഠപരമായിരിക്കുവാൻ ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയുടെ പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. എല്ലാ സ്ത്രീകൾക്കും മാതൃകയായ മറിയമേ, നീ അനുഗ്രഹീതയാകുന്നു. നിന്റെ പുത്രനെ പ്രതി നിന്റെ നാമം മഹോന്നതമാകിയാൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. സകലത്തിന്റെയും നാഥനായ നിന്റെ പുത്രന്റെ മാതാവും ദാസിയുമാകുവാൻ യോഗ്യയായി തീർന്ന മറിയമേ, നീ ഭാഗ്യവതിയാകുന്നു. മാതാകുമാരോടുകൂടി നിന്റെ തിരുപുത്രനെ ഹല്ലേലൂയ പാടിക്കൊണ്ട് അവിടുത്തെ തിരുശരീര രക്തങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ആത്മാവിൻ
സൗഭാഗ്യങ്ങളോടും അച്ചാരവുമായ കുർബാനയിൽ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങൾ കൃപാപൂർവ്വം യോഗ്യരാക്കിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനും ജീവദാതാവുമായ മിശിഹായെ സകലത്തെയും ഒത്തിരിയിരിക്കുന്നതിന്റെ അമൂല്യമായ ശരീരങ്ങളും നീ ഞങ്ങൾക്ക് നൽകി. ഈ ദിവ്യരഹസ്യം സ്വീകരിച്ച് ഞങ്ങളുടെ കടന്ന ശരീരങ്ങളും ദൈവത്തിന്റെ മുഖത്ത് നിറകാകട്ടെ. അവനന്യമായ ദാനത്തിൽ നിനക്ക് ഞങ്ങൾ സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. വിശ്വാസത്തിൻ തികഞ്ഞ ദൈവപിതാവിൻ വാഴ്ത്തിനാ